നമ്മുടെ ഏവിയറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അതിനകത്തേക്ക് ആദ്യമായിട്ട് പക്ഷീനെ ഇടുന്ന വീഡിയോ ആണിത്. ആദ്യത്തെ നമുക്ക് എപ്പോഴും സ്പെഷ്യൽ തന്നെയല്ലേ, അതുകൊണ്ട് ഇത് ഇടാന്ന് വെച്ച്. നമ്മളിതിനകത്ത് ആദ്യമായിട്ട് ഇടുന്നത് ഡയമണ്ട് ഡവിനെയാണ്. 3 എണ്ണം മേടിച്ചതായിരുന്നു, ഒന്ന് ചത്തുപോയി. മേടിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിറ്റേന്നായപ്പോഴത്തേക്കും അതിന് എന്താ വയ്യാത്ത പോലെയൊക്കെ തോന്നി. പിന്നെ അത് അങ്ങനെ പോയി. കുറച്ച് നേരം നമ്മളോട് ഉണ്ടായിട്ടില്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുമ്പം അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണ്. ഇതിനെയൊക്കെ വളർത്തുന്നവർക്ക് അറിയാം അതിൻ്റെയൊക്കെ വിഷമം. ഇതിപ്പോൾ ഇത്ര നാളും ചെറിയ കൂട്ടിലായിരുന്നു, ഇപ്പം വലിയ കൂട്ടിലേക്ക് മാറ്റിയപ്പം അതൊന്നും ഉഷാറായ പോലെ ഉണ്ട്. നിലത്തുനിന്ന് ഓരോ സാധനങ്ങളൊക്കെ കൊത്തി തിന്നുന്നതൊക്കെ കാണാം. ഇനി ഇതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരണം. കുറച്ചൊക്കെ ഒന്ന് സെറ്റായി. ഇതൊക്കെ സ്ഥലമൊന്നും ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളവും ഫുഡും ഒക്കെ കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം. കുറച്ച് ജീവൻ വന്നു അങ്ങോട്ട് കൊണ്ടുള്ളിൽ വാല് കുടുങ്ങി കുത്തിരിക്കാൻ. അങ്ങനെ അടുത്ത സൈറ്റുണ്ട്. ഇനി ബാക്കിയുള്ള പക്ഷികൾ കൂടി ഇതിനകത്തിലേക്ക് ഇടാന്ന്. അതിന് മുന്നേ ഏവിയറിൻ്റെ പുതിയ എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നുള്ളത് കാണിച്ചു തരാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെടികളും പിന്നെ പക്ഷികൾക്ക് ഇരിക്കാനുള്ള ആക്സസറീസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു വലിയ ട്രേയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കുളിക്കാനും കുടിക്കാനും എല്ലാം ആയിട്ട്. പിന്നെ മൂലക്കൊരു ചട്ടിയിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ചെടികൾ ഇപ്പം നമ്മളിടുന്ന പക്ഷികളൊന്നും ചെയ്യൂല എന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ ഇട്ട ഡയമണ്ട് ഡവിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വലിയൊരു മരം ഇവിടെ വെച്ചിട്ടുണ്ട്, ഉണങ്ങിയ മരമാണ്. അതിനകത്തിൽ കുറച്ച് കമ്പുകൾ എക്സ്ട്രാ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷികൾക്ക് ഇരുന്ന് ബോറടിക്കുമ്പം ഊഞ്ഞാലാടാനും ഒക്കെ ആയിട്ടുള്ള ചില ആക്സസറീസും വെച്ചിട്ടുണ്ട്. അന്ന് ഫോം അടിച്ചിട്ടുള്ള അതിനകത്തിൽ ഇപ്പോൾ പെയിൻറ്റ് ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ട് ബോർഡറിൽ മേലെ വശത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റോപ്പ് അപ്പുറത്തപ്പുറത്തുള്ളതായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷികൾ വന്നിരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പിന്നെ നമ്മുടെ കുക്കുവിനെ ഇതിനകത്ത് ആദ്യം ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ വീട്ടിലേക്ക് വരുന്ന താമസക്കാർ കോക്ടെയിലാണ്. അതിന് എൻ്റെ ഏട്ടനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തതായിട്ട് വേറൊരു സാധനം കൂടി ഉണ്ട്, അതൊരു സർപ്രൈസാണ്. അതിനെ കൊണ്ടുവരുന്നത് വിശ്രാണ്ടാണ്. ഇതെന്താണെന്ന് എന്തെങ്കിലും ഐഡിയ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏവിയറി എന്ന് പറയുമ്പോൾ അതിന് 2 വാതിലുണ്ടാവും. നമ്മുടെ ഒരു വാതിൽ റൂമിൽ നിന്ന് വരുന്ന രീതിക്കുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മളിനി അടുത്ത വാതിൽ തുറക്കാൻ. കാരണം ഇതെങ്ങാനും തുറന്നു പോയി കഴിഞ്ഞാൽ പക്ഷികളൊന്നും പുറത്തു പോകാണ്ടിരിക്കാണ്ടിട്ടാണ് ഇങ്ങനെ 2 വാതിലാക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ വാതിലും തുറന്നിട്ട് കൊണ്ടുവന്ന സാധനത്തിന് അകത്ത് വെക്കാന്ന്. വെള്ളത്തിലുണ്ടാ പേടിച്ചിട്ടാ വേറൊന്നല്ല. ഇപ്പോൾ ഉള്ളതിനകത്തിൽ ഇത് മാത്രം ടേംഡാണ്, ബാക്കിയെല്ലാം വൈൽഡാണ്. ചുമക്കാനും പാടില്ലട്ടാ. താഴെയിലെ 3 കോക്ടെയിലിൽ 1 പേരാണ്. അതുപോലെ തന്നെ ഈ 2ഉം ബ്രീഡിംഗ് പെയറാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാന്നിട്ടാണ് നമ്മൾ അടുത്ത താമസക്കാർ.
ചിലരിനെ കാടക്കോഴി എന്ന് പറയും, ചിലർ കാട എന്ന് മാത്രം പറയും. ഇപ്പം നമ്മൾ 3 കാടേനെ വാങ്ങിയിട്ടുള്ളൂ. അതും ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. താഴെ വീഴുന്ന ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അത് ക്ലീൻ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കാടേനെ വാങ്ങിയിട്ടുള്ളത്. അതും ഇനി കണ്ടറിയണം എന്താവുമെന്ന്. ആർക്കെങ്കിലും ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കാടേനെ വാങ്ങിയത് നല്ലതാണോ അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നാണോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തമെല്ലാം കഴിഞ്ഞപ്പം കാടേനെ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കാടക്കൃഷി രീതിയിൽ വളർത്താനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതെന്തായാലും നടന്നില്ല. ഇപ്പോൾ 2-3 കാടേനെങ്കിലും വളർത്തുന്നുണ്ട്. ഒരു കൃഷിയായിട്ടില്ലെങ്കിലും ബാക്കി പെറ്റ്സിനൊക്കെ വളർത്തുന്ന പോലെ വളർത്താം, ആ ഒരു ഉദ്ദേശമുള്ളൂ കേട്ടോ. അല്ലാണ്ട് കാടേനെ വളർത്തിയിട്ട് ഭയങ്കര ലാഭം കൊയ്യണം അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല. പിന്നെ അതുമല്ല മുട്ടയും തരുവാണെങ്കിൽ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഏവിയറിനെ കുറിച്ചും പക്ഷികളെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. പക്ഷികളെയൊന്നും വളർത്തിയിട്ട് മുൻപരിചയമില്ലെങ്കിലും കുറേ വീഡിയോ കണ്ട് കുറേ ആൾക്കാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പക്ഷികളൊക്കെ വാങ്ങിയത്. പിന്നെ നമ്മൾ ബ്രോഡ്വേയിൽ പോയിട്ട് വരുമ്പം അവിടുന്ന് അവരെ വളർത്തുന്നവരോടൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പക്ഷികളെ കൂടെ ഉണ്ടെന്ന് ആഗ്രഹമുണ്ട്. പറ്റിയ പക്ഷികൾ ഏതാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.